Hi guys, welcome to Car Garage. ഇന്ന് നമ്മളുടെ വണ്ടിയുടെ ക്ലച്ച് ഡാമേജ് ആയിരുന്നു. അപ്പോൾ നമ്മളത് റീപ്ലേസ് ചെയ്തു. ഇതാണ് ക്ലച്ച് ഡിസ്ക്, പ്രഷർ പ്ലേറ്റ്, പിന്നെ അതിൻ്റെ റിലീസ് വയറിങ്ങാണ് റീപ്ലേസ് ചെയ്തത്. അപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, കാരണം അത് അനിയനാണ് ചേഞ്ച് ചെയ്തത്. അപ്പോൾ അത് വർക്ക് കഴിഞ്ഞു അതിൻ്റെ. അപ്പോൾ ഞാൻ ആലോചിക്കണം അതിൻ്റെ ഓയിലും കാര്യങ്ങളൊക്കെ ഒന്ന് മൊത്തത്തിലൊന്ന് സർവീസ് ചെയ്യാമെന്നുള്ളൊരു പ്ലാനിലാണ്. അപ്പോൾ അത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടൊരു വീഡിയോ ചെയ്യാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഓയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ളി സിന്തറ്റിക് ഉള്ള വാൽവോലൈൻ്റെ ഓയിലാണ്. 1555 രൂപ വന്നുള്ളൂ, കുഴപ്പമില്ല. 3-4 ലിറ്റർ ഓയിൽ, അതേപോലെ MGP തന്നെ, അത് മാരുതിയുടെ തന്നെ ഓയിൽ ഫിൽറ്റർ, ബ്രേക്ക് പാഡ്, TVS എന്ന് പറഞ്ഞ കമ്പനിയുടെ ബ്രേക്ക് പാഡ്, പിന്നെ നമ്മളുടെ ഗിയർ ഓയിൽ, കൂളൻ്റ്, ബ്രേക്ക് ഓയിൽ, ഇത്ര സാധനങ്ങൾ റീപ്ലേസ് ചെയ്യാനുള്ള പ്ലാനാണ്. അപ്പോൾ നമ്മൾക്ക് റീപ്ലേസിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഈ വർക്ക് ഇൻഡസ്ട്രി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് വർക്ക് തുടങ്ങാം. ഫസ്റ്റ് നമുക്ക് ആദ്യമായിട്ട് നമുക്ക് അതിൻ്റെ ഓയിലിൻ്റെ ഫിൽറ്റർ ലൂസ് ചെയ്തിടാം. അപ്പോൾ അതിന് ശേഷമാണ് ഡ്രൈൻ നെറ്റ് റിമൂവ് ചെയ്യേണ്ടത്. ഓയിൽ ഫിൽറ്റർ ലൂസ് ചെയ്യണേ. അപ്പോൾ നമ്മൾ ലൂസ് ചെയ്ത് വെച്ചാൽ ഓയിൽ ഫിൽറ്ററിൻ്റെ കേസ് റിമൂവ് ചെയ്യാണ്. കേസ് റിമൂവ് ചെയ്യുമ്പോൾ ഓയിൽ ചെറുതായിട്ടുണ്ടാവും. ഇത് ലൂസ് ചെയ്ത് വെച്ചാണ് കാരണം നമുക്ക് ഫുള്ളായിട്ട് ഡ്രൈൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഓറിങ് വരുന്നുണ്ട്. ആ ഓറിങ് നമ്മൾ അയച്ചെടുക്കണം. മൈനസ് ഉപയോഗിച്ച് ഇങ്ങനെ ഇട്ടിട്ട് അയച്ചെടുക്കാമെന്നാണ്. ഇതൊരു ചേഞ്ച് ചെയ്യേണ്ടത് ഓറിങ്ങാണ്. ഇതാണ് ഓയിൽ ഫിൽറ്റർ. റീപ്ലേസ് ചെയ്യേണ്ട ഓറിങ്. ഇത് ഓയിൽ ഫിൽറ്റർ, ഇത് അതിൻ്റെ കേസ്. ആ കേസിലേക്ക് നമ്മൾ ഇപ്പോൾ വയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അതിൻ്റെ ഡ്രൈനിലേക്ക് കേസ് ചെയ്ത് വെക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്ക് അതിൻ്റെ ഓറിങ് ഇടാം. ഓറിങ് ഇട്ടു ശേഷം ഫിൽറ്റർ, നമ്മൾ കേസിലേക്ക് പ്രസ് ചെയ്യണം. നമ്മൾ ഓയിൽ ഫിൽറ്റർ ചേഞ്ചിങ് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മൾ ഓയിൽ ഡ്രൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. നമുക്ക് ഓയിലിൻ്റെ ഡ്രൈൻ ഇട്ട് ടൈറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഓയിലിൻ്റെ ഡ്രൈൻ ഇട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ ഗിയർ ഓയിലും ചേഞ്ച് ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെ ക്ലച്ച് ഞാൻ നേരത്തെ പറഞ്ഞ് റീപ്ലേസ് ചെയ്തെന്ന്. അപ്പോൾ ഓൾറെഡി ഗിയർ ഓയിൽ ഡ്രൈനാണ്. അപ്പോൾ നമുക്ക് ഗിയർ ഓയിൽ ടോപ്പപ്പാണ് ചെയ്യേണ്ടത്. ആദ്യം നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ ടോപ്പപ്പ് ചെയ്യാം. ഫുള്ളി സിന്തറ്റിക് ആയിട്ടുള്ള എഞ്ചിൻ ഓയിൽ നമ്മൾ വാങ്ങേണ്ടത് വാൽവോലൈൻ്റെ. അപ്പോൾ നമുക്കത് ചേഞ്ച് ചെയ്യാം. നമ്മളിത് വീട്ടിൽ വെച്ചാൽ ചെയ്തതെന്ന് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു. അപ്പോൾ ടൂൾസിൻ്റെയും അതേപോലെ തന്നെ കുറേ സാധനങ്ങളുടെയും കുറച്ച് കുറവുണ്ട്. അപ്പോൾ നമ്മൾക്കിപ്പോൾ ഓയിൽ ടോപ്പപ്പ് ചെയ്യണമെങ്കിൽ കുഞ്ഞിൽ വേണം. കുഞ്ഞിൽ ഇവിടെ ഇല്ല. അപ്പോൾ ഒരു മൗണ്ടിൻ്റെ ഒരു കുപ്പി ഇടിയുണ്ട്. നൈസായിട്ട് കട്ട് ചെയ്തിട്ട് ഒഴിക്കാനുള്ള പ്ലാനാണ്. ഇതാണ് വാൽവോലൈൻ്റെ ഫുള്ളി സിന്തറ്റിക് ഓയിലാണ്. ഏകദേശം ഞാൻ നേരത്തെ റേറ്റ് പറഞ്ഞു നിങ്ങളോട് 1585 രൂപയുള്ളൂ. ഏകദേശം ഒരു 8000 കിലോമീറ്ററൊക്കെ നല്ല രീതിയിൽ ഓടും. 5000 കിലോമീറ്ററിൽ ശരിക്കും മാറ്റേണ്ടത് 8000 ഓടും. വേണമെങ്കിൽ 8000 മാറ്റിയാലും കുഴപ്പമില്ല. നമ്മൾക്ക് എഞ്ചിൻ ഓയിൽ വയ്ക്കാം. അപ്പോൾ നമ്മളുടെ എഞ്ചിൻ ഓയിൽ ചേഞ്ചിങ് കഴിഞ്ഞു. നമ്മൾ ഫിൽറ്റർ ചേഞ്ച് ചെയ്തു. ഫിൽറ്റർ ലൂസ് ചെയ്ത് വെച്ചപ്പോൾ ഓയിൽ ഡ്രൈൻ ചെയ്തു. ഓയിൽ ഡ്രൈൻ ചെയ്ത് തീർന്നതിന് ശേഷം ഫിൽറ്റർ നമ്മൾ റീസെറ്റ് ചെയ്തു. അതുപോലെ ഓയിൽ ഡ്രൈനായിട്ട് ടൈറ്റ് ചെയ്തു. എഞ്ചിൻ ഓയിൽ ഒഴിച്ചു. അപ്പോൾ എഞ്ചിൻ ഓയിൽ റീപ്ലേസിങ് കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് ബ്രേക്ക് പാഡ് ഉണ്ട്. ബ്രേക്ക് പാഡ് റീപ്ലേസ് ചെയ്യാം. ലാസ്റ്റ് ഗിയർ ഓയിൽ ഒഴിക്കാം. നമുക്ക് ബ്രേക്ക് പാഡ് റീപ്ലേസ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ട ടൂൾ എന്ന് പറഞ്ഞാൽ ഒരു 12ൻ്റെ റിങ്ങും ഒരു മൈനസും മതി. നമ്മൾ ബ്രേക്ക് പാഡ് റീപ്ലേസ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളുടെ ബ്രേക്കിൻ്റെ ഫ്ലൂയിഡ് ഒഴിക്കുന്ന ക്യാപ്പ് ആദ്യം ഒന്ന് ഓക്കെ. അതിനുശേഷം നമ്മൾ 2 12ൻ്റെ ബോൾട്ടാണുള്ളത്, അത് റിമൂവ് ചെയ്യാം.
നമ്മൾ ആദ്യം ഇതിൻ്റെ ഒരു ബ്രേക്ക് പാഡ് നമുക്ക് ഇതേപോലെ അയച്ചെടുക്കാം. കാരണം ഏകദേശം ഒരു 3 mm ഉള്ളു ബ്രേക്ക് പാഡ്. അപ്പോൾ ഏകദേശം തീർന്നിട്ടുണ്ട്. അതിനുശേഷം ഇത് റീസെറ്റ് ചെയ്യാം. ഇതെന്തെങ്ങനെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലിപ്പോൾ വീട്ടിലായതുകൊണ്ട് പുള്ളറില്ല. അപ്പോൾ നമ്മൾ പുള്ളർ യൂസ് ചെയ്യുന്നത് മൈനസ് ഉപയോഗിച്ച് പുള്ളർ യൂസ് ചെയ്യണം. നമ്മൾ ബ്രേക്കിൻ്റെ സിലിണ്ടർ തള്ളിക്കൊടുക്കും. നമ്മൾ ബ്രേക്ക് പാഡുമോ അതിങ്ങനെ ഒരു സംഭവം ചിലവർ കണ്ടിട്ടുണ്ടാവും. ഇതെന്തിനാണ് കൊടുക്കണേന്ന് അറിയുമോ? നമ്മളിപ്പോൾ ബ്രേക്ക് പാഡ് തീരാൻ പോകണമെങ്കിൽ നമ്മൾക്കൊരു നോയ്സ് വരും. അതായത് ബ്രേക്ക് പാഡ് ഇങ്ങനെ ഒരു കിരികിരി എന്ന് പറഞ്ഞിട്ടൊരു നോയ്സ് വരും. അത് വരുത്താൻ വേണ്ടിയിട്ട്, അതായത് ബ്രേക്ക് പാഡ് തീരുന്ന ആ ടൈമിൽ ഇത് നമ്മളുടെ ഡിസ്കിലേക്ക് ടച്ച് ചെയ്യും. അപ്പോൾ ആ സൗണ്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ളൊരു ക്ലാമ്പാണിത്. 2 ബ്രേക്ക് പാഡും ഇതിലേക്ക് അതായത് നമ്മളുടെ കാലിബറിലേക്ക് അലൈൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ സിലിണ്ടർ അസംബ്ലി സെറ്റ് ചെയ്യാം. കാലിബർ അസംബ്ലി അപ്പോൾ ഒരു സൈഡ് ബ്രേക്ക് പാഡ് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ അപ്പുറത്തും ഇതേപോലെ നമുക്ക് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഗിയർ ഓയിൽ അയക്കാനായിട്ട് ഇവിടെ വേറെ ഒന്നും കിട്ടിയില്ല. അപ്പോൾ നമ്മൾ നേരത്തെ കുഞ്ഞിൽ തന്നെ അതിൻ്റെ ക്യാപ്പിൽ ഈ പൈപ്പ് സെറ്റ് ചെയ്തിട്ട് ഗിയർ ഓയിൽ അയച്ചാൽ ചാമ്പർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗിയർ ഓയിൽ ടോപ്പപ്പ് ചെയ്യാം. അതിലാണ് ട്രെയിൻ ഇട്ടെന്ന് കാണിച്ചോളൂ. ട്രെയിൻ ഇട്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ പൈപ്പ് കണക്ട് ചെയ്തു. ഇനി നമ്മളതിൽ ഓയിൽ ടോപ്പപ്പ് ചെയ്തുകൊണ്ടിരിക്കും. 1890 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗിയർ ഓയിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ ടോപ്പപ്പ് ചെയ്തുകൊണ്ടിരിക്കും. 2 ലിറ്റർ ഓയിലാണ് ഏറ്റേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾക്കത് ടോപ്പ് ചെയ്യാം. ഗിയർ ഓയിലും ചേഞ്ച് ചെയ്തു, എഞ്ചിൻ ഓയിലും ചേഞ്ച് ചെയ്തു. പിന്നെ ഇനിയിപ്പോൾ അടുത്തത് വരുന്നത് കൂളൻ്റാണ്. അപ്പോൾ കൂളൻറ്റും ചേഞ്ച് ചെയ്യാനുള്ള പ്ലാനാണ്. ഇതിപ്പോൾ ഗബ്രിയലിൻ്റെ 1:7, അതായത് 1 ലിറ്റർ കൂളൻറ്റിൽ 7 ലിറ്റർ വെള്ളം ഒഴിക്കാനും പറ്റും നമുക്ക്. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് നമ്മൾ എല്ലാ വണ്ടികൾക്കും ചേഞ്ച് ചെയ്യണത്. അപ്പോൾ നമ്മൾക്ക് 1:7 ഗബ്രിയിൽ തന്നെ ഒരു കൂളൻ്റാണ്. അപ്പോൾ നമ്മൾക്ക് കൂളൻ്റ് ചേഞ്ച് ചെയ്യാം. കൂളൻ്റ് ചേഞ്ച് ചെയ്യാനായിട്ട് എല്ലാ റേഡിയേറ്ററിൻ്റെയും താഴത്തെ ഡ്രൈനട്ട് ഉണ്ടാവും. ആ ഡ്രൈനട്ട് റിമൂവ് ചെയ്യണം. നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്യണ മാതിരി തന്നെ ഡ്രൈനട്ട് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂളൻ്റ് എല്ലാം ഡ്രൈനാവും. ക്യാപ്പ് ഇതേമാതിരി ഉരി വയ്ക്കാം. ഡ്രൈനട്ട് റിമൂവ് ചെയ്യുക, കൂളൻ്റ് റിമൂവ് ആവും. അതിനുശേഷം നമ്മൾ ക്യാപ്പ് അടച്ചതിന് ശേഷം ഫസ്റ്റ് കൂളൻ്റ് ഒഴിക്കുക. അതിനുശേഷം വെള്ളം ടോപ്പപ്പ് ചെയ്യാം. ടോപ്പപ്പ് ചെയ്തിട്ട് പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിടണം. എന്നാലാണ് ഫുള്ളായിട്ട് ടോപ്പപ്പ് ആവുള്ളൂ. കാരണം അവിടെയൊക്കെ എയറിൻ്റെ ഇത് വരും. അപ്പോൾ എയറൊക്കെ മൊത്തം കളഞ്ഞ് ഈ ലെവലിൽ, അതായത് റേഡിയേറ്ററിൽ ഫുൾ ലെവലുണ്ട്. അതായത് റേഡിയേറ്റർ അല്ല, റിസർവ് ടാങ്കിൽ ഒരു ലെവലുണ്ട്. ആ ലെവലിൽ ടോപ്പപ്പ് ചെയ്തിടണം. അപ്പോൾ നമ്മൾക്ക് കൂളൻ്റ് റീപ്ലേസ് ചെയ്യാം. ഇതൊക്കെ നമ്മൾ ചെയ്യണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിനും നമ്മൾക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതായത് ഗിയർ ഓയിൽ ചേഞ്ച് ചെയ്യണതും എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യുന്ന കാര്യമൊക്കെ നമുക്ക് കസ്റ്റമേഴ്സിന് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്ന് ശ്രമിക്കണവരൊക്കെ വേണമെങ്കിൽ ഒന്ന് ഹെൽപ്ഫുൾ ആവുമെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ ഇപ്പോൾ വീട്ടിൽ വൈകുന്നേരം നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മുടെ വണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേറെ എക്സ്പെൻസും കാര്യങ്ങളൊന്നും വരുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾക്ക് കൂളൻ്റ് ചേഞ്ച് ചെയ്യാം. ഇതെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ വണ്ടി റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ചേഞ്ച് ചെയ്ത കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടിയും പറയാം. നമ്മൾ ചേഞ്ച് ചെയ്തത് ഫസ്റ്റ് അതിൻ്റെ ഗിയർ ബോക്സ് ക്ലച്ച് മാറ്റിയിരുന്നു. ക്ലച്ച് മാറ്റിയ ശേഷം നമ്മൾ എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്തു, ഗിയർ ഓയിൽ ചേഞ്ച് ചെയ്തു, കൂളൻ്റ് ചേഞ്ച് ചെയ്തു, ബ്രേക്ക് പാഡ് ചേഞ്ച് ചെയ്തു. അപ്പോൾ എല്ലാ വർക്കും ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കപ്പോൾ ഒരു ടെസ്റ്റ് ഡ്രൈവ് പോകാം. ഓക്കെ, അപ്പോൾ നമ്മളെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സംഭവം കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല. ചെക്ക് ചെയ്തിട്ട് ക്ലച്ചും കാര്യങ്ങളൊക്കെ റിലീസും കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. പിന്നെ ഇനിയിപ്പോൾ ചെന്നിട്ട് കൂളൻ്റിൻ്റെ ലെവലും കൂടി ഒന്നുകൂടി ചെക്ക് ചെയ്യാനുണ്ട്. കാരണം
നമ്മൾ ഇത്രയും ഓടിച്ചതിന് ശേഷമാണ് കൂളൻ്റ് ലെവൽ കറക്റ്റ് നമ്മൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ടെസ്റ്റ് ടൈം കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും അവരവരുടെ വണ്ടി കറക്റ്റ് സർവീസിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടടക്കുക. കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ലൈഫ് എല്ലാ വണ്ടികളും കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആയിരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ബൈ.